കടം കയറി ആകെ തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ് മാലദ്വീപ്. പ്രതിസന്ധിയുടെ പടുകുഴിയിൽ വീണപ്പോഴാണ് വെളിപാടുണ്ടായി തുടങ്ങിയത്. അതിൻ്റെ ബാക്കി പത്രമാണ് മാലദ്വീപ് ടൂറിസം മന്ത്രി ഇന്ത്യയിലെത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തിയത്. നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മാപ്പ് ചോദിക്കാൻ ഒരുങ്ങുന്നു. ഇന്ത്യയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ മൊയ്സു ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രിയുമായി സംസാരിക്കും. മാലദ്വീപ് മന്ത്രി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ രാജ്യം തിരഞ്ഞെടുപ്പ് തിരക്കായതിനാൽ ഇന്ത്യ മൊയ്സുവിൻ്റെ സന്ദർശനത്തിന് അനുമതി നൽകിയിട്ടില്ല. അതിനിടയിലാണ് സ്വന്തം രാജ്യത്തിൻ്റെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ് മാലദ്വീപ് പ്രതിരോധ മന്ത്രി തന്നെ രംഗത്തെത്തിയത്. ഇന്ത്യ സംഭാവന ചെയ്ത 3 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ള പൈലറ്റുമാർ മാലദ്വീപ് സൈന്യത്തിൽ ഇപ്പോഴും ഇല്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മാലദ്വീപ് പ്രതിരോധ മന്ത്രി ഗസാൻ മൈമൂൺ. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ നടപടിയിൽ 76 ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ ദ്വീപ് രാജ്യം വിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വെളിപ്പെടുത്തൽ. 2 ഹെലികോപ്റ്ററുകളും ഒരു ഡോണിയർ വിമാനവും പ്രവർത്തിപ്പിക്കുന്നതിനായി മാലദ്വീപിൽ തമ്പടിച്ചിരുന്ന ഇന്ത്യൻ സൈനികരെ പിൻവലിച്ചതിനെക്കുറിച്ചും പകരം ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനെക്കുറിച്ചും മാധ്യമങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗസാൻ മൈമൂൺ ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യൻ സൈന്യം നൽകിയ 3 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള സൈനികർ മാലദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് ഇല്ലെന്ന് ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. പല ഘട്ടങ്ങൾ കടന്നു പോകേണ്ട പരിശീലനമായിരുന്നു. വിവിധ കാരണങ്ങളാൽ നമ്മുടെ സൈനികർ പരിശീലനം പൂർത്തിയാക്കിയിട്ടില്ല. അതിനാൽ 2 ഹെലികോപ്റ്ററുകളും ഡോണിയറും പറത്താൻ ലൈസൻസ് ഉള്ളവർ ആരും ഇപ്പോൾ മാലദ്വീപ് സേനയിലില്ലെന്നാണ് മന്ത്രി തുറന്നു പറഞ്ഞത്. മന്ത്രിയുടെ തുറന്നു പറച്ചിൽ മാലദ്വീപിൽ ചർച്ചയായിരിക്കുകയാണ്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷവും ജനങ്ങളും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹെലികോപ്റ്റർ പോലും പറത്താൻ ശേഷിയില്ലാത്ത സൈന്യം പൗരന്മാർക്ക് എന്തു സുരക്ഷയാണ് നൽകുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി ട്രോളുകളും പോസ്റ്ററുകളും മാലദ്വീപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും മാലദ്വീപിലെ ഒരു പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു.